പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പവിത്രതകളേറെ നിറഞ്ഞ നമ്മളൊക്കെ സന്തോഷത്തോടുകൂടി കാത്തിരിക്കുന്ന റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് ഇതാ ആഗതമാവാൻ പോവുകയാണ്. എന്നാണ് റബീഉൽ അവ്വൽ മാസം 1? നബിദിനം എന്നാണെന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഉത്തരം ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കാം. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ നാട് ഉണരുകയാണ്, ലോകം ഉണരുകയാണ്. എവിടെയൊക്കെ വിശ്വാസി മാനസങ്ങളുണ്ടോ അവരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ റബീഉൽ അവ്വൽ 2026 റബീഉൽ അവ്വൽ മാസം, പലരും ചോദിച്ചു ഉസ്താദെ 2026 ഈ നബിദിനം എത്രാമത്തെ നബിദിനമാണ്? അപ്പോൾ അതായത് നബിതങ്ങൾ ജനിച്ചിട്ട് എത്ര വർഷമായി? ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഉത്തരം നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട്. ഒരു 10 കാര്യങ്ങൾ റബീഉൽ അവ്വൽ മാസത്തെ എങ്ങനെ വരവേൽക്കണം, എന്തൊക്കെ പറയണം, എന്തൊക്കെ ചെയ്യണം, ഒരു 10 കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. വ്യക്തമായി കേൾക്കുക, ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു തആല ഈ റബീഉൽ അവ്വൽ മാസം നമുക്ക് അനുകൂലമാക്കി തരട്ടെ. നബിതങ്ങളെ സ്വപ്നത്തിൽ കാണാൻ എന്തൊക്കെ ചെയ്യണമെന്ന് പോലും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട്. നമ്മളിലേക്ക് വരാനിരിക്കുന്ന വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തെ അല്ലാഹു നമുക്ക് അനുകൂലമാക്കി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ, നമ്മുടെ നിസ്കാരം, നോമ്പ്, നമ്മുടെ ഖുർആൻ പാരായണം, ദിക്ർ, സ്വലാത്ത്, തസ്ബീഹ്, അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ നല്ല കാര്യങ്ങളും, അതിൻ്റെയൊക്കെ പോരായ്മകൾ ഒരുപാടുണ്ട്, കുറവുകളുണ്ട്. അതൊക്കെ പരിഹരിച്ച് റബ്ബ് തആല നമ്മളിൽ നിന്നും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ പറയാനും മദ്ഹുകൾ പറയാനും മൗലിദുകൾ ഓതാനും ആ നബിയെപ്പറ്റി അറിയാനും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് പരിശുദ്ധമായ സഫർ മാസത്തിന്റെ അവസാനത്തെ തിങ്കളാഴ്ച ദിവസമാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് സഫർ 26. ഈ വരുന്ന വ്യാഴാഴ്ച വിശുദ്ധമായ സഫർ മാസം 29. വ്യാഴാഴ്ച മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടാൽ വരുന്ന വെള്ളിയാഴ്ച പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന റബീഉൽ അവ്വൽ 1-ാമത്തെ ദിവസമായിരിക്കും. ഇനി ഈ വരുന്ന വ്യാഴാഴ്ച മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടില്ലെങ്കിൽ വെള്ളിയാഴ്ച സഫർ 30 പൂർത്തിയാക്കി ശനിയാഴ്ചയായിരിക്കും റബീഉൽ അവ്വൽ 1. എന്തുമാവട്ടെ, നമ്മളെല്ലാവരും വലിയ ആകാംക്ഷയോടെ, വലിയ അത്യാർത്തിയോടെ കാത്തിരിക്കുന്ന മാസമാണ് ആവണം പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം. ജഗദ്ഗുരുവിന് ജന്മം നൽകാൻ ജഗന്നിയന്താവായ നാഥൻ തിരഞ്ഞെടുത്ത മാസം റബീഉൽ അവ്വൽ മാസം. ക്രിസ്താബ്ദം 521 ഏപ്രിൽ 21 തിങ്കളാഴ്ച സുബഹിയോടടുത്ത സമയത്താണ് ലോകത്തിന്റെ നേതാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് ഭൂജാതരാകുന്നത്, ജനിച്ചു വീഴുന്നത്. അല്ലെ, ഈ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നബിതങ്ങളുടെ ജനനമാണ്. വേറെ ഒന്നും ഈ റബീഉൽ അവ്വൽ മാസത്തിന് പ്രത്യേകതയില്ല. റമളാനിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. അല്ലെ, പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. അതുപോലെ തന്നെ നോമ്പ് എടുക്കൽ നിർബന്ധമായ മാസമാണ്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട മാസമാണ്. പാപങ്ങൾ പൊറുക്കപ്പെടുന്ന മാസമാണ്. അതുപോലെ ശഅബാനിന് പ്രത്യേകതയുണ്ട്. ദുൽഹിജ്ജ മാസത്തിന് പ്രത്യേകതയുണ്ട്. ഹജ്ജിന്റെ അമലുകൾ നടക്കുന്ന മാസമാണ്. അതുപോലെ തന്നെ പരിശുദ്ധമായ ഉളുഹിയ്യത്ത് നൽകപ്പെടുന്ന മാസമാണ്, അർക്കപ്പെടുന്ന മാസമാണ് ദുൽഹിജ്ജ മാസം. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് പല മാസങ്ങൾക്കും. എന്നാൽ റബീഉൽ അവ്വൽ മാസത്തിന് ഒരൊറ്റ പ്രത്യേകതയുള്ളൂ. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച മാസമാണ്. നബിതങ്ങൾ വഫാത്തായതും ഈ മാസത്തിൽ തന്നെയാണ്. ഞാൻ ആദ്യം പറയട്ടെ, പലരുമൊക്കെ ഇപ്പോൾ റബീഉൽ അവ്വൽ ആകുമ്പോൾ അവരുടെ ഒരു അറിവില്ലായ്മയായിരിക്കാം പറയാറുണ്ട്, നമ്മൾ നബിദിനം ആഘോഷിക്കാൻ പാടില്ല. കാരണം നബിതങ്ങൾ ജനിച്ചത് ഈ മാസത്തിലാണെങ്കിലും നബിതങ്ങൾ വഫാത്തായതും ഈ മാസത്തിലല്ലേ, പിന്നെ വഫാത്തായ മാസം ഇതായിരിക്കെ പിന്നെ എങ്ങനെയാണ് നമ്മൾ നബിദിനം ആഘോഷിക്കുക എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. പരിശുദ്ധമായ ഇസ്ലാമിൽ അത് പ്രവാചകരാണെങ്കിലും സ്വഹാബിമാരാണെങ്കിലും സ്വന്തം ഭർത്താവാണെങ്കിലും ഉമ്മയാണെങ്കിലും വാപ്പയാണെങ്കിലും ഒക്കെ 3 ദിവസത്തേക്കാൾ കൂടുതൽ ഒരു ദുഃഖാചരണം വിശുദ്ധമായ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരു ഭർത്താവ് മരിച്ചാൽ ഭാര്യ ഇദ്ദ ഇരിക്കണം, 4 മാസവും 10 ദിവസവും ആർഭാടമെല്ലാം ഒഴിവാക്കി, അല്ലെ, ആ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു പ്രത്യേകമായ ദിവസങ്ങളാണ്. അതല്ലാതെ ഒരാൾ മരിച്ചാൽ 3 ദിവസത്തേക്കാൾ കൂടുതൽ ദുഃഖാചരണം പാടില്ലെന്നാണ്.
പിന്നെ ഈ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ എപ്പോഴും ഇങ്ങനെ നബിതങ്ങൾ വഫാത്തായല്ലോ എന്ന് വിചാരിച്ച് ദുഃഖിച്ചിരിക്കുകയല്ല വേണ്ടത്. മറിച്ച് നബിതങ്ങൾ ജനിച്ചല്ലോ, ആ നബി ജനിച്ചത് കൊണ്ടാണല്ലോ, ആ നബി ഈ ലോകത്തേക്ക് വന്നത് കൊണ്ടാണല്ലോ എനിക്ക് മുസ്ലിം ആവാൻ സാധിച്ചത്, എൻ്റെ വാപ്പ മുസ്ലിമായത്, എൻ്റെ ഉമ്മ മുസ്ലിമായത്, എൻ്റെ മക്കൾ മുസ്ലിമായത്. അല്ലേ? നമുക്ക് ഈ കാണുന്ന ആകാശവും ഭൂമിയൊക്കെ പടച്ച പടച്ചോനെ അള്ളാഹുവിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയത്, നമ്മളൊക്കെ മുസ്ലിമായത്, നമ്മൾക്ക് ഈമാനുള്ളവരായത്, ഇസ്ലാം ഉള്ളവരായത് ആ മുത്ത് റസൂല് കാരണമല്ലേ? നബിയെ പറ്റി പഠിക്കുകയും ആ നബിയെ ഓർത്തിരിക്കുകയും ചെയ്യേണ്ട മാസമാണ് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം. ഇൻഷാ അല്ലാഹ് നമ്മളിലേക്ക് വരികയാണ്. അല്ലാഹു തആല ആഫിയത്തോടെ റബീഉൽ അവ്വൽ മാസത്തിലേക്ക് നമ്മളെ എത്തിക്കുമാറാവട്ടെ. 2026 റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് വരികയാണ്. 1501 നബിദിനമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ ആഘോഷിച്ചത് 1500 നബിദിനമാണ്. നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭൂമി ലോകത്തേക്ക് ജനിച്ചു വന്നിട്ട് 1501 വർഷമായി. യാ റബ്ബ് യാ റബ്ബ്, ഇത്ര വർഷമായിട്ടും അല്ലെ ആ നബിയുടെ ഒരു ഫോട്ടോ പോലുമില്ല, നബിയുടെ ഒരു ചിത്രം, ഒരു രേഖാചിത്രം പോലുമില്ല. നമ്മൾ ആരും നബിയെ കണ്ടിട്ടില്ല. സ്വപ്നത്തിൽ കണ്ട എത്രയോ മഹാന്മാരും മഹദികളുമുണ്ട്, നമ്മൾ പലപ്പോഴും സ്വപ്നത്തിലൊന്നും കാണാറില്ല. എന്നിട്ടും നബിയെ നമ്മൾ സ്നേഹിക്കുകയാണ്. ഓരോ ദിവസവും കോടിക്കണക്കിന് മനുഷ്യർ ആ നബി തങ്ങളുടെ പേരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാങ്കിലൂടെ പറയുന്നു, ഇഖാമത്തിലൂടെ പറയുന്നു, സ്വലാത്തിലൂടെ പറയുന്നു, നിസ്കാരത്തിൽ പറയുന്നു, ഇബ്രാഹിമിയ സ്വലാത്തിലായി പറയുന്നു. അല്ലെ? ലോകത്ത് അത്ഭുതമാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായൊരു വാട്സപ്പ് ഗ്രൂപ്പില്ല, നബിതങ്ങൾക്ക് സ്വന്തമായൊരു ഫേസ്ബുക്ക് പേജില്ല, ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് ഇല്ല. പക്ഷെ എന്നിട്ടും ആ നബിയെ പിൻപറ്റുന്നത് അല്ലേ ലോകത്ത് കോടാനുകോടി മനുഷ്യരാ. എത്രയോ മനുഷ്യന്മാർ കടന്നുപോയി, എത്രയോ ആളുകൾ വരാനിരിക്കുന്നു. അള്ളാഹു നബിയെ പറ്റി ഇങ്ങനെ വിശദമായ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഈ വരുന്ന വ്യാഴാഴ്ച മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ നമ്മളെല്ലാവരും പരിപാവനമായ റബീഉൽ അവ്വൽ മാസത്തിലേക്ക് കടക്കുകയാണ്. അൽഹംദുലില്ലാ, നമ്മൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇപ്പോഴേ മനസ്സിൽ കരുതുക, ഇൻഷാ അല്ലാഹ് ധാരാളം സ്വലാത്ത് ചൊല്ലണം, ധാരാളം സ്വലാത്ത് ചൊല്ലണം. റബീഉൽ അവ്വൽ 12 അന്ന് ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനലിലൂടെ ഒരുപാട് സ്വലാത്ത് ചൊല്ലിയ ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ കമന്റിലൂടെയൊക്കെ ചൊല്ലിയ സ്വലാത്തൊക്കെ അറിയിക്കുന്നുണ്ട്. നിങ്ങൾ അത് എണ്ണം കറക്റ്റൊന്നും അറിയിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ചൊല്ലിക്കോ ഇൻഷാ അല്ലാഹ്. റബീഉൽ അവ്വൽ 1 മുതൽ ആക്കണ്ട, ഇപ്പോഴേ സ്വലാത്തുകൾ ചൊല്ലി തുടങ്ങുക. അപ്പൊ ഇപ്പോഴേ ചൊല്ലുന്ന സ്വലാത്ത് റബീഉൽ അവ്വൽ 12 ആകുമ്പോൾ എത്രയുണ്ടാകുമോ? ലക്ഷക്കണക്കിന് സ്വലാത്ത് ഉണ്ടാകും, 10,000 സ്വലാത്ത് ഉണ്ടാകും, കോടിക്കണക്കിന് സ്വലാത്ത് ഉണ്ടാകും. അതെല്ലാം നമുക്ക് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ എന്ന് നമുക്ക് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നല്ലവണ്ണം ദുആരക്കണം. അല്ലാഹു തആല ചൊല്ലുന്ന സ്വലാത്തുകൾ, ആ സ്വലാത്തുകളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും സങ്കടങ്ങളും അല്ലാഹു തആല മാറ്റിത്തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി എങ്ങനെയാണ് ആ റബീഉൽ അവ്വൽ മാസത്തെ നമ്മൾ വരവേൽക്കേണ്ടത്? ഒന്നാമത് നല്ല സന്തോഷമുണ്ടാവണം. ചില ആളുകൾക്ക് ഇപ്പോഴേ വിഷമമാണ്, നബിദിനമായല്ലോ, ഇനിയിപ്പോൾ മൗലിദ് ഓതണമല്ലോ, അല്ലെങ്കിൽ സ്വലാത്ത് കുറെ ചൊല്ലണമല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഉസ്താദുമാരുടെ പ്രസംഗമൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു ദുഃഖം, സങ്കടം, അതിനോടൊരു വിയോജിപ്പ് അതൊക്കെ ഉണ്ടാകും. അതൊക്കെ മനസ്സിൽ ഈമാൻ കുറയുന്നതിൻ്റെ ലക്ഷണമാണ്. നബിയെപ്പറ്റി കൂടുതൽ കേൾക്കാമല്ലോ, മൗലിദുകൾ ഓതാമല്ലോ, നബിയുടെ പേരിൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലാമല്ലോ, അല്ലെ? അങ്ങനെ ചിന്തിച്ച് ഒരു സന്തോഷം, നബിതങ്ങൾ ജനിച്ച മാസം അൽഹംദുലില്ലാ സന്തോഷം. നബി ആഘോഷിച്ചിട്ടുണ്ടോ, സ്വഹാബിമാർ ആഘോഷിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചുള്ള ഒരു മുടന്തൻ, ഒരു വളവൻ ചോദ്യമായിട്ട് ആരും വരണ്ട. അങ്ങനെ ആരെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കേട്ടില്ല എന്നങ്ങോട്ട് വിട്ടേക്കുക. ഇനി അതിന് മറുപടി പറയാൻ പോയി, അവരതിന് മറുപടി പറഞ്ഞ് പിന്നെ നമ്മൾ അതിനെ കണ്ണിച്ച് മറുപടി പറഞ്ഞു. എന്തിനാ വെറുതെ നമ്മൾ നല്ല സമയം കളയുന്നത്? ആഘോഷിക്കുന്നവർ ആഘോഷിക്കട്ടെ, ആഘോഷിക്കാത്തവർ ആഘോഷിക്കേണ്ട, അതങ്ങോട്ട് വിട്ടേക്കുക. ഇനിയിപ്പോൾ കൂടുതൽ തെളിവ് പറഞ്ഞ് അത് പറഞ്ഞു ഇത് പറഞ്ഞു വെറുതെ നമ്മുടെ നാവിൻ്റെ ആ ഒരു ഇത് കളയണം. ആ സമയത്ത് സ്വലാത്ത് ചൊല്ലിയാൽ അതിൻ്റെ പ്രതിഫലം കിട്ടില്ലേ? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നത് റബീഉൽ അവ്വൽ മാസം വരുകയാണ്. എങ്ങനെ വരവേൽക്കണം? ഒന്നാമതായി സന്തോഷമുണ്ടാവണം. അൽഹംദുലില്ലാ, നമ്മുടെ കുട്ടികളുടെ പരിപാടികൾ ഇപ്പോൾ മഴയാണ്, അതുകൊണ്ട് പല സ്ഥലത്തും പരിപാടികളൊക്കെ ചുരുക്കിയാണ് വെച്ചിട്ടുള്ളത്. എന്നാലും നമ്മുടെ മദ്രസയിൽ നമ്മുടെ കുട്ടികളുടെ ദഫ് മത്സരവും പാട്ട് മത്സരവും പ്രസംഗവും ഒക്കെ ഉണ്ടാകും. അതൊക്കെ ഒരു സന്തോഷമാണ്. തോരണങ്ങൾ കെട്ടുക, നബി കെട്ടിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചു വരണ്ട കേട്ടോ. തോരണം അതൊക്കെ ഒരു സന്തോഷത്തിന്റെ ഭാഗമാണ്. സന്തോഷം വരുമ്പോൾ ഹലാലായ രൂപത്തിൽ നമുക്ക് എന്തും ചെയ്യാം. സന്തോഷം വരുമ്പോൾ കള്ളു കുടിക്കൽ അത് ഹലാൽ, അതല്ല പറഞ്ഞത്, അതല്ല. സന്തോഷം വരുമ്പോൾ ഒരു തോരണം കെട്ടുക, വീട്ടിൽ എന്താ പറയുക, ഒരു അലങ്കാര ലൈറ്റ് കത്തിക്കുക, അതൊക്കെ ഒരു സന്തോഷത്തിന്റെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അമിതമായി ആർഭാടത്തിലായി അല്ല,
ഒരു മിനിമം രൂപത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷത്തിൽ നബിതങ്ങൾ ജനിച്ച മാസമല്ലേ, ആ മാസം വരുമ്പോൾ ത്വലഅൽ ബദറു അലൈനാ മിൻ സനിയാതിൽ വദാഇ വജബ ശുക്രു അലൈനാ മദഅ ലില്ലാഹി ദാഇ. നബിതങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ സ്വഹാബിമാര് സന്തോഷത്തോടെ, അൻസ്വാരികൾ സന്തോഷത്തോടെ, അല്ലെ, അൻസ്വാരികൾ സന്തോഷത്തോടു കൂടി ചൊല്ലിയതാണ് ഈ പാട്ട്. ദഫ് മുട്ടിയാണ് നബിയെ സ്വീകരിച്ചത്. അല്ലാഹുവേ, അവരുടെ സന്തോഷം, അവരുടെ ഒരു സന്തോഷം ഉണ്ടാവണം. രണ്ടാമത്തേതോ, ഈ റബീഉൽ അവ്വൽ മാസം പറ്റുന്നത് പോലെ നോമ്പുകാരാവണേ. റബീഉൽ അവ്വൽ മാസം തിങ്കളാഴ്ച വ്യാഴാഴ്ചയൊക്കെ നമുക്ക് നോമ്പ് പിടിക്കാൻ പറ്റുമെങ്കിൽ നോമ്പ് പിടിക്കണേ. കാരണം ഈ മാസം നമ്മൾ കൂടുതലായി നബിയിലേക്ക് അടുക്കേണ്ട മാസമാണ്. എപ്പോഴും എടുക്കണം, ഈ മാസം കൂടുതൽ നബിതങ്ങളിലേക്ക് അടുക്കുക, സുന്നത്ത് നോമ്പ് പിടിക്കുക പറ്റുന്നത് പോലെ. മൂന്നാമത്തേത്, റബീഉൽ അവ്വൽ 1 മുതൽ 30 വരെ, അല്ലെങ്കിൽ റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ നമ്മുടെ പള്ളികളിലും വീടുകളിലൊക്കെ മൗലിദിന്റെ മജ്‌ലിസ് ഉണ്ടാകും. ആ സമയത്തെല്ലാം ചീരന് കൊടുക്കാൻ പറ്റുന്നവർ, മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നവർ കൊടുക്കണേ. നബിതങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായ കാര്യമാണ് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക. അത് നമുക്ക് ചെയ്യാൻ പറ്റിയ മാസമാണ് ഈ മാസം. പിന്നെയോ പ്രധാനപ്പെട്ടത് സ്വലാത്താണ്. അറിയാവുന്ന ഏത് സ്വലാത്തും, നമുക്ക് പറ്റുന്ന ഏത് സ്വലാത്തും, ഒരുപാട് സ്വലാത്ത് അറിയാമെങ്കിൽ മാറി മാറി ആ സ്വലാത്തുകൾ പറയുക. മഞ്ഞയോ മറ്റൊരു കാര്യമാണ്, മൗലിദ് പാരായണം ചെയ്യണേ, മൗലിദ് ഓതണേ. ഒരു ദിവസം ഒരു ഹിക്കായത്തെങ്കിലും നമ്മുടെ വീട്ടിൽ മൗലിദ് ഓതി ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിവസവും മഗ്‌രിബിന് ശേഷം മൗലിദ് പാരായണം ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. അത് മഗ്‌രിബിന് ശേഷം മാത്രമല്ല, ഇശാഇന് ശേഷമാണ് നിങ്ങൾക്ക് സൗകര്യമെങ്കിൽ ഇശാഇന് ശേഷം ആ മജ്‌ലിസിൽ പങ്കെടുക്കാം. ഇനിയിപ്പോൾ പകലാണ് സൗകര്യമെങ്കിൽ പകൽ എപ്പോഴാവട്ടെ കുഴപ്പമില്ല, നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. പിന്നെയോ മറ്റൊരു കാര്യമാണ്, സുന്നത്തുകൾ ഹയാത്താക്കണേ. പരമാവധി സുന്നത്തുകൾ ചെയ്യണേ. വീട്ടിലേക്ക് കിടക്കുമ്പോൾ വലതുകാല്, പള്ളിയിലേക്ക് കിടക്കുമ്പോൾ വലതുകാല്, ബാത്റൂമിൽ കിടക്കുമ്പോൾ ഇടതുകാല്, ഉറങ്ങുമ്പോൾ അതിൻ്റെതായ മര്യാദകൾ, സുന്നത്തുകൾ, അല്ലെ, എല്ലാം നബിതങ്ങളുടെ സുന്നത്തുകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ എടുക്കുക, അല്ലെ. മനസ്സും ശരീരവും നമ്മൾ എന്താക്കുക, ഒരുങ്ങുക. തസ്ബീഹുകൾ ധാരാളമായി ചൊല്ലുക. വീടൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി സൂക്ഷിക്കുക. കാരണം നബിതങ്ങൾ ജനിച്ച മാസമാണ്, സന്തോഷം പങ്കിടേണ്ട മാസമാണ്. സുന്നത്തുകളെല്ലാം എടുക്കണം. പറ്റുന്ന ദിവസം നോമ്പ് പിടിക്കണം. അതുപോലെ പുരുഷന്മാരെ, നിങ്ങൾ മൗലിദോദാൻ വീട്ടിലല്ല പള്ളിയിലേക്ക് പോവണേ. പള്ളിയിൽ, നമ്മുടെ തൊട്ടടുത്ത പള്ളിയിൽ മൗലിദിന്റെ മജ്‌ലിസ് ഉണ്ടാകും, പറ്റുന്നവർ അങ്ങോട്ട് പോവണേ. ഇനി അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഏതെങ്കിലും ഒരു ദിവസം, റബീഉൽ അവ്വൽ 1 മുതൽ 30 വരെ ദിവസമുണ്ട്, ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ ബന്ധുമിത്രാദികളെയൊക്കെ വിളിച്ച് എല്ലാവരെയും കൂട്ടി പറ്റുന്നവരൊക്കെ വന്നിട്ട് ഒരു മൗലിദിന്റെ മജ്‌ലിസ് സംഘടിപ്പിക്കാൻ പറ്റിയാൽ അത് വളരെ ഖൈറാണ്. അതുപോലെ തന്നെ മദ്രസ കുട്ടികളുടെ പരിപാടികളൊക്കെ ഉണ്ടാകും, അവിടെയും പോയിരിക്കുക. നമ്മുടെ ആ പഴയകാലം ഓർമ്മ വരും, അല്ലേ. പിന്നെയോ ദീൻ പറയുന്ന പ്രഭാഷണത്തിന്റെ, പ്രസംഗത്തിന്റെ മജ്‌ലിസുകൾ ഉണ്ടാകും, അവിടെയും പോയിരിക്കണേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണണമെന്നുള്ള ആഗ്രഹം ഈ മാസത്തിൽ നമ്മൾ കൊണ്ടുവരണേ, അല്ലെ. മദീനയിൽ പോകണമെന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടാവണേ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴേ ചെയ്തു വെക്കുക, ഇപ്പോഴേ ഓർത്തു വെക്കുക. സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ഒരു കൗണ്ടർ വാങ്ങുക, പുതിയൊരു കൗണ്ടർ വാങ്ങുക. സ്വലാത്തുകൾ ചൊല്ലുന്നത് ഓരോ ദിവസം എഴുതി വെക്കുക. 1000 എണ്ണം ചൊല്ലി, 1500 ചൊല്ലി, ഒരു കണക്ക് നമുക്ക് കിട്ടാൻ വേണ്ടി എന്ന് എഴുതി വെക്കുക. ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം, ആ മാസത്തെ നല്ല രൂപത്തിൽ സ്വീകരിക്കാൻ അല്ലാഹു തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തി പറയുന്ന, നബിതങ്ങളെ വാഴ്ത്തുന്ന, നബിയെ പ്രതിപാദിക്കുന്ന ഒരുപാട് ആയത്തുകളുണ്ട്. ആ ആയത്തുകളൊക്കെ സമയം പോലെ നമ്മൾ ഓതണേ. ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഓതണം. അതിൽപ്പെട്ടതാണ് ഏത്? സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്ത്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഈ ആയത്ത്. അതുപോലെ സൂറത്തുൽ ഫത്ഹിന്റെ അവസാനത്തെ ആയത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹ് എന്ന് തുടങ്ങുന്ന ആ ആയത്ത്.
അതുപോലെ തന്നെ വിശുദ്ധമായ ഖുർആനിൽ നബിയെ ആശ്വസിപ്പിച്ചു കൊണ്ടിറങ്ങിയ ഒരു സൂറത്താണ് അലം നശ്റഹ് ലക സദ്റക് എന്ന് പറയുന്ന സൂറത്തു ശറഹ്, അത് ഓതണേ. അതുപോലെ തന്നെ ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ എന്ന ആ ഒരു സൂറത്ത്, അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്, ഈ 5 കാര്യങ്ങൾ മറക്കല്ലേ. ഈ 5 ആയത്ത് അല്ലെങ്കിൽ 5 സൂറത്തുകൾ നമ്മൾ വിട്ടുപോവാൻ പാടില്ല. റബീഉൽ അവ്വലിലല്ല, എല്ലാ സമയത്തും ഓതേണ്ടതാണ്. പ്രത്യേകിച്ച് മുത്തുനബിയെ പരാമർശിക്കുന്ന അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്ന ആയത്തുകളും അതുപോലെ സൂറത്തുകളുമാണ് നമ്മൾ പറഞ്ഞത്. ഇത് റബീഉൽ അവ്വലിൽ നമ്മൾ ഒരുപാട് കണ്ടധികരിപ്പിക്കണേ. പ്രത്യേകിച്ച് സ്വലാത്താണ് ധാരാളമായി ചൊല്ലേണ്ടത്. സലാം പറയണേ, എല്ലാവരോടും സലാം പറയണേ, എല്ലാ പിണക്കങ്ങൾ മാറ്റണേ, വഴക്കുകൾ മാറ്റണേ. കാരണം മുത്തുനബിയുടെ മാസമാണ്. നബി തങ്ങൾക്ക് വഴക്കിടുന്നവരെ ഇഷ്ടമല്ല, പിണങ്ങി കഴിയുന്നവരെ ഇഷ്ടമല്ല. വഴക്കും പിണക്കും ഒക്കെ നമ്മൾ മാറ്റിക്കളയണേ. എത്രയോ നല്ല കാര്യങ്ങൾ നബിതങ്ങൾ ധാരാളമായി ചൊല്ലിയിരുന്ന ഒരുപാട് തസ്ബീഹുകളുണ്ട്, ദിക്റുകളുണ്ട്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ തുടങ്ങിയ ദിക്റുകൾ പറയണേ, തസ്ബീഹുകൾ പറയണേ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന ആ ഒരു ദുആയും പതിവാക്കണേ. അപ്പോൾ അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം, ഈ മാസത്തെ നമ്മൾ നല്ല രൂപത്തിൽ വരവേൽക്കുക, നല്ല രൂപത്തിൽ വരവേൽക്കുക. സ്വലാത്തുകൾ ഇപ്പോഴേ ചൊല്ലി തുടങ്ങുക, സന്തോഷമുണ്ടാവുക, അല്ലെ, പള്ളികളിൽ സജീവമാവുക, ചീരണി കൊടുക്കുക. വീട്ടിലൊക്കെ ഉമ്മമാര് ചീരണികൾ ഉണ്ടാക്കിയിട്ട് ഓരോ ദിവസം പായസമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സോ ഒക്കെ ആണെങ്കിൽ ഓരോ ദിവസം നിങ്ങൾ കൊടുക്കുക. അൽഹംദുലില്ലാഹ്, വലിയൊരു വല്ലാത്തൊരു സന്തോഷമുണ്ടാവണം, റാഹത്തായിരിക്കണം ഈ റബീഉൽ അവ്വൽ മാസം. മാത്രമല്ല ഒരു ദിവസം എന്തായാലും ഒരു ഹിക്കായത്തെങ്കിലും മൗലിദ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ തന്നെ ഓതുക. ഇനി മൗലിദ് ഓതാൻ അറിയില്ല, എന്ത് ചെയ്യണം? ഇൻഷാ അല്ലാഹ് മൗലിദ് എങ്ങനെയാണ് ഓതേണ്ടത്, മൗലിദിന്റെ സദസ്സ് എങ്ങനെയാണ് സംഘടിപ്പിക്കേണ്ടതെന്നൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമായി വീഡിയോയിൽ പറയാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും മുത്തുനബിയെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നബിതങ്ങളുടെ ഇഷ്ടം നമുക്ക് അള്ളാഹു തരട്ടെ. അള്ളാഹു തആല നമുക്ക് നബിയെ ഒരുപാട് ഇഷ്ടപ്പെടാനുള്ള തൗഫീക്ക് തരുമാറാവട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വെക്കുക, ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധമായ നമ്മളിലേക്ക് കടന്നു വരുന്ന റബീഉൽ അവ്വൽ മാസത്തിൽ ധാരാളം നബിയെ ഇഷ്ടപ്പെടാനും ധാരാളം നബിതങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അള്ളാഹു പൊരുത്തമുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാനും അള്ളാഹു നമുക്ക് അവസരം തരട്ടെ. അതുപോലെ നല്ലവണ്ണം ദുആരക്കണം. നബി എപ്പോഴും ചെയ്ത കാര്യമാണ് നല്ലവണ്ണം എല്ലാവർക്കും വേണ്ടി ദുആരക്കുക. നമ്മളൊക്കെ എല്ലാവർക്കും വേണ്ടി ദുആരക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഒരുപാട് പേര് ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രത്യേകമായി ദുആരക്കുന്നുണ്ട്. അല്ലാഹു തആല നമ്മുടെ ദുആകളെ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് സംസാരിക്കുന്നത്. എല്ലാവരും നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്ഥിരമായി കേൾക്കുന്നുണ്ടെന്നറിയാം. മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.